വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്കു ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്കു തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ. സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധിയിൽ നിന്നൊഴിഞ്ഞു മാറാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? ഓർമ്മിക്കുക, ആദി മാതാപിതാക്കളുടെ രണ്ടാമത്തെ സന്താനമായ ആബേൽ ശാന്തനും നിഷ്കളങ്കനും ഉദാരമനസ്കനും ദൈവസ്നേഹിയുമായിരുന്നു. ആടുവളർത്തലായിരുന്നു അവന്റെ തൊഴിൽ. ദൈവത്തിന് തന്റെ അധ്വാനത്തിന്റെ ശ്രേഷ്ഠമായ ഭാഗം ആബേൽ ബലിയർപ്പിച്ചിരുന്നു. ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും കൃതജ്ഞതയുമാണ് ഈ ബലികൾ സൂചിപ്പിക്കുക. അതിനാൽ അവൻ കൂടുതൽ ദൈവാനുഗ്രഹമുള്ളവനും സമ്പന്നനുമായിരുന്നു. എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. സമ്പത്തിലും സൗഹൃദത്തിലും തന്നേക്കാൾ മുമ്പിലായ അനുജനെ സഹോദരൻ മാനിച്ചിരുന്നു. ആശ്രയവും സംരക്ഷണവും നൽകി ചേർത്തു നിർത്തേണ്ട സഹോദരൻ അവന്റെ ജീവനിൽ കൈവച്ചു. സഹോദര ക്രൂരതയുടെ മുൻപിൽ ഒരു സുപ്രഭാതത്തിൽ ജീവിതം വെടിയേണ്ടി വന്നു ആബേലിന്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആബേൽ ഒരു ബെല്ലാണ്, നിഷ്കളങ്കതയുടെ മണിനാഥം. വിലമതിക്കാനാവാത്ത നന്മയുടെ മൂല്യങ്ങൾ നൽകി കടന്നു പോകാനുള്ള വാണിംഗ് ബെൽ. സ്വന്തം കഴിവുകൾ എത്ര ചെറുതാണെങ്കിലും പ്രാർത്ഥനാപൂർവം പരിശ്രമിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്ന് ആബേൽ പറഞ്ഞു തരുന്നു. ബലിയുടെ ശ്രേഷ്ഠത ബലിവസ്തുവിനെയല്ല, ബലിയർപ്പകന്റെ മനോഭാവത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന സന്ദേശം ആബേലിന്റെ ജീവിതത്തിലൂടെ നാം കാണേണ്ടതാണ്. നിഷ്കളങ്കനായ അവൻ ലോകചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി കൂടിയാണ്. ആബേലിന്റെ ചരിത്രം വഴി നാം മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായ കാര്യം, നാം നമ്മെ തന്നെ ബലിവസ്തുവായി അർപ്പിക്കുവാനും അതുവഴി അർപ്പകന്റെ മനസ്സ് കണ്ട് ദൈവം ധാരാളമായി അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.